ഹായ് ഗായ്സ്, അപ്പോൾ ദാ നമ്മളുടെ പോത്തപ്പന്മാർ രാവിലെ തന്നെ മേയാൻ വിട്ടിട്ടുണ്ട്. രാവിലെ വിടുമ്പോൾ ഒരു മഴൻ്റെ അന്തരീക്ഷം ഉണ്ട് കേട്ടോ. അപ്പോൾ ദാ മഴയൊക്കെ മാറി നമ്മളുടെ പോത്തുക്കുട്ടപ്പന്മാർ ഇതാ മേയുന്നുണ്ട്. ഇവർ മേഞ്ഞ് വീട്ടിലേക്ക് വരാനുള്ളതാണ്. ഇവർക്ക് തവിട് തിന്നാനിലാണ് ഫുൾ ഉഞ്ഞം. അതുകൊണ്ട് രണ്ട് കറുമ്പും വേഗം ഓടി വരും. ഇതേണ്ട, ഇവനാണ് ഈ ചെമ്പനാണ് ഏറ്റവും ഫ്രണ്ടിൽ വരിക. ഇവൻ വന്നു കഴിഞ്ഞാൽ അവരും വരും. ഇവന് മേല് ഭയങ്കര കുറവാണ്. ഇവൻ എത്ര തീറ്റ കൊടുത്താലും ഇവൻ്റെ വാരിയിൽ കാണണ്ട. പിന്നെ അവർ രണ്ടാളും മേല് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവനാണ് അവരെ നശിപ്പിക്കുന്നത്. ഇവൻ എന്നെ ഇവിടെ കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് പോയി. ഇനി ആ ഫ്രണ്ടിൽ പോയി നിൽക്കണം, അല്ലെങ്കിൽ ആ താഴത്തെ കാട്ടിൽ കൂടെ ഇറങ്ങി പാടത്തൂടെ ഓടും. ഈ കുഴിയിലൊക്കെ ഇറങ്ങി ഇവർ നീരാടി എന്നിട്ടൊക്കെയാണ് എണീറ്റ് പുല്ലൊക്കെ കഴിക്കുക. നമ്മളുടെ ഇവിടെ നിറയെ മേയാനുണ്ട്, പക്ഷെ അവർക്ക് മേയാൻ സമയമില്ല. എന്നെ എടുത്ത് പോത്തിന് നേർക്കുന്നുണ്ട്. ഹായ്, അപ്പോൾ കണ്ടോ നമ്മൾ പോത്ത് മേയുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ പോത്ത് മേയ്ക്കാൻ ഇറങ്ങിയതാണ്. വീട്ടിലെ പടിയൊക്കെ ഒരുക്കി അപ്പോൾ വരും നേരത്തെ വരെയും കൊണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. ഇവിടെ 2-3 പറമ്പുകളുണ്ട്, അവിടെ തന്നെയാണ് നമ്മൾ മെയിൻ വിടുക. കാരണം അല്ലെങ്കിൽ പാടത്തൊക്കെ വിടുക, പക്ഷെ നമുക്ക് പാടത്ത് ഇപ്പോൾ പഞ്ചായത്തതുകൊണ്ട് പറ്റില്ല. നമുക്കത് കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇവരെ ഇറക്കുമ്പോൾ നമുക്ക് അതൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ നമുക്ക് ഈ പറമ്പുകളിൽ മേയ്ക്കാൻ പറ്റുള്ളൂ, കാരണം ഫുൾ പാടത്ത് നട്ടതുകൊണ്ട് ആ വഴിക്കൊന്നും ഇറക്കാൻ പറ്റില്ല. ഇവരിടയ്ക്ക് ഓടാറുണ്ട് പാടം വഴി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പാടമൊക്കെ ഓടിച്ച് പിന്നെ അവരിനെ ഇങ്ങോട്ട് നമ്മൾ കയറ്റുക ചെയ്തത്. നല്ലൊരു അന്തരീക്ഷമാണ്. ഇപ്പോൾ മഴക്കാരൊക്കെ ഒന്ന് മാറി ഒത്തിരി തെളിഞ്ഞിട്ടുണ്ട്. രാവിലെ വെച്ചാൽ നല്ല മഴയാകുമ്പോൾ നമുക്ക് മടിയാണ്. ഇതളെ വിടാനും നമുക്കിവിടെ വന്ന് നിൽക്കാനൊന്നും ഇങ്ങനെ പറ്റില്ല. അപ്പോൾ ഇവർക്ക് നമ്മൾ മേഞ്ഞ് വന്നു കഴിഞ്ഞാൽ രാവിലെ കൊടുക്കാറുള്ളത് നെല്ലിത്തവിട്, ഗോതമ്പ് തവിട്, അതുപോലെ കടലപ്പിണ്ണാക്ക്, ഇത് 3 രാവിലെ കൊടുക്കുക. പിന്നെ പുളിയരിയില്ലേ, അതായത് നമ്മുടെ പുളിങ്കുരുവിൻ്റെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതൊരു കിലോ 35 രൂപയാണ്. അത് നമ്മൾ ഒരു നാഴി അല്ലെങ്കിൽ 2 നാഴിയൊക്കെ കുക്കറിലിട്ട് വേവിക്കും. നന്നായിട്ട് ഒരു 6-7 വിസിലെടുത്ത് കഴിഞ്ഞാൽ അത് നന്നായി വെന്ത് കിട്ടും. അപ്പോൾ അതും നമ്മൾ കുറേശ്ശെ അവർക്ക് ഇട്ട് കൊടുക്കും. പിന്നെ പരുത്തിക്കുരുവൊക്കെ കൊടുത്താൽ നല്ലതാണ്. നമുക്ക് പിന്നെ പോത്ത് വളർത്തുമ്പോൾ ഒരുപാട് ബഡ്ജറ്റാക്കിയൊക്കെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. കാരണം നമുക്കതിനുള്ളൊരു വരുമാനവും വേണമല്ലോ. അതുകൊണ്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും കൊടുക്കുന്നത് കഞ്ഞി വെച്ച് കൊടുക്കും. ഞങ്ങൾ കുറേ കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുത്തപ്പോൾ വലിയ മാറ്റമൊന്നും ഇതിൽ തോന്നിയില്ല. ഇവർ ഏറ്റവും കൂടുതൽ തിന്നുന്നത് ഗോതമ്പ് തവിടാണ് കേട്ടോ. ഇതാണ്ട നമ്മൾ ഫ്രണ്ടിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ ഇതിൽ കൂടെ കയറിപ്പോവും. ഇവിടെയൊക്കെ ഫുൾ വെള്ളമാണ്. നമ്മൾ അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങണില്ല. പിന്നെ ഇവർ കൂടുതൽ ആ സൈഡൊക്കെ പോയാൽ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ആട്ടിക്കൊണ്ടുവരാൻ അപ്പോൾ അങ്ങോട്ട് പോകും. ഇവർ മേയട്ടെ. ഇതാ ഒരാൾ ഇവിടെ മേയുന്നുണ്ട്, ഒരാൾ അതാ വെള്ളത്തിൽ കണ്ട പുല്ലൊക്കെ ചിക്കൻ കാല് വലിക്കണ പോലെയാണ് വലിച്ച് കറമ്പണത്. ഇതാ ഒരാൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഉണ്ട്. നമ്മുടെ ചാലഞ്ചിങ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാലഞ്ചിങ് വീഡിയോ 2 ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അത് ആൾക്കാർ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് വേറെ ചലഞ്ചിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വേറെ ചലഞ്ചിങ് വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ചലഞ്ചിങ് വീഡിയോസ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യട്ടാ. അവനാ വെള്ളത്തിലൊരു മൂത്ത് കുഴിച്ച് നോക്ക്. ഫുള്ളായിട്ട് വയറ് നിറയണ വരെ മേയ്ക്കുക. ഇവിടെ നിറയെ മേയാനുണ്ട്. ഇതിൻ്റെ താഴെ കണ്ട അവർ മേയുന്നതിൻ്റെ താഴെയും നിറയെ പുല്ലുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ മേഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ മേഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ അവിടെയും വിട്ട് നന്നായി വയറ് നിറച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും. വെള്ളം കൊടുക്കും. പിന്നെ തവിടും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ കെട്ടിയിട്ട് വൈക്കോലിട്ട് കൊടുക്കും. പിന്നെ നമ്മളൊരു ഈവനിങ് ടൈം ഒരു 2:30-3 മണി സമയത്താണ് പിന്നെ നമ്മൾ അഴിച്ച് വിട്ടിട്ട് ഒരു 5-6 മണി വരെ മേയ്ക്കുക. വേണ്ട, അവർ വെള്ളത്തിൽ കൂടെ മേഞ്ഞ് അപ്പുറത്തെ തൊടിയിലേക്ക് പോകുന്നുണ്ട്. ആ തൊടിക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഇവർ പെട്ടെന്ന് പാടത്തേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി നിൽക്കും. ഫ്രണ്ടിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഇവൻ അങ്ങനെ പെട്ടെന്ന് പോവില്ല. അവർ 2 വേഗം പോകും. ഇങ്ങനെ കണ്ട ഈ വഴി കൂടെ അവർ അവിടെ പോയിട്ട് റോഡെത്തും. ഇതിനെ നമ്മൾ എങ്ങനെയെങ്കിലും വളയ്ക്കണം. വേണ്ട, ഈ പറമ്പിൽ ഇവർക്ക് മേയാനുണ്ട്. ഇവിടെ നിറയെ പുല്ലുണ്ട്. ആൾക്കാർ വരുമ്പോൾ അവർക്ക് പേടി കിട്ടി കുത്തുവോ പറഞ്ഞിട്ട്. ഇതിലൊരുത്തം മാത്രം ആ ചെമ്പൻ്റെ ഇടയിലുള്ള നടുക്കണ്ടം പറയില്ല, അവൻ മാത്രം കൊമ്പുകൊണ്ട് ഇങ്ങനെ ആക്കും. പിന്നെ പുല്ല് മാത്രമല്ല കേട്ടോ, ഇവർ പിന്നെ പലതരം ഇലകളും ചെടികളൊക്കെ തിന്നുന്നുണ്ട്. അല്ല, ഇവൻ ഇറങ്ങിപ്പോകുന്നത് അവൻ നോക്കി. ഇവർ പിന്നെ നമ്മളില്ലാന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഇഷ്ടപ്രകാരം ഓടും കേട്ടോ. അവരെ വളർത്തുമ്പോൾ അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവർക്ക് മൂക്കയറിടുക, കാരണം ഇവരെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ഇവർ അത്രയും സ്പീഡിലൊക്കെ ആയിരിക്കും ഓടുക, നമ്മളെ വലിച്ചിട്ടിട്ട് ഓടും. അതുകൊണ്ട് പിന്നെ നോക്കൽ നല്ല പണിയാണ്. അവൻ ഓടി. അപ്പോ അതാ ഓടണോ? അതേ വാ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കൂടെ ഇവർ ഓടും. എനിക്ക് പിടിച്ചാലും കിട്ടില്ല. പിന്നെ അപ്പു തന്നെ പോകണം. അതാ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ റോട്ടിൻ്റെ അവിടെ പോകാം. ഗൈസ്, നമ്മളിതാ റോഡെത്തി. ഇവർ ഈ വഴിയാണ്
വേണ്ട ഈ വഴി കൂടെ വന്ന് ഇവിടെ ആയിരിക്കും കയറുക. വേണ്ട വേണ്ട ആ വഴി കൂടെ വന്ന് അവർ ഇവിടെ നിന്ന് മെയിനുണ്ട്. ഇല്ലെങ്കിൽ ഇനി വിട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് കൂടി പാടത്തെത്തും. വേണ്ട 3 ആൾ നിൽക്കണത് ഇവന്മാർ. ഇതാ ഞാൻ പറഞ്ഞത്, ഇതുകളെ നമ്മൾ എത്ര നേരം നോക്കി നിന്നാലും ഇവരൊരു ഒറ്റ സെക്കൻഡ് കൊണ്ട് ഓടും. ഇവരോടുമ്പോൾ എനിക്ക് ഇവരുടെ പുറകിൽ ഓടാൻ കിട്ടില്ല, അത്രയും ഫാസ്റ്റിൽ ഇവർ ഓടുക. ഇനി അവിടെ നാട്ടിയിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ ആക്കി മേയ്ക്കണം. ഇതൊക്കെയാണ് പിന്നെ മേയ്ക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ. വടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ നമ്മളിട്ട് ഓടിക്കും. അതുകൊണ്ട് പിന്നെ വടി കൊണ്ട് തന്നെ നമ്മൾക്ക് ആക്കണം. വീണ്ടും നമ്മൾ അവിടെ തന്നെ കൊണ്ടുവിട്ട് മേയ്ക്കണം. അവിടെ നിറയെ മേയാനുണ്ട്. ഇവർ ഭയങ്കര മടി കാണിക്കുക മേയാണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ അങ്ങോട്ട് വേണ്ട, അവൻ അങ്ങോട്ട് ഓടി. അവനവിടെ ഒറ്റയ്ക്ക് മേയാണ്. ഓ പ്രതിഷേധം. അവൻ പിണങ്ങി മേയാണ്. എന്തായാലും അവൻ ഈ വഴി വരും. ഇവർ വേണ്ട മേയാണ്ട് നിൽക്കുന്ന വേണ്ട. ഇവർക്കാണെങ്കിൽ അവനില്ലാണ്ട് പറ്റൂല. ഇവർ 3 ആൾ നമുക്ക് അവിടെ തന്നെ കൊണ്ടുപോയി മേയ്ക്കാം. വരുന്നുണ്ട്. ബാ നോക്കി നിൽക്കണം അവിടെ നിന്ന്. അവൻ ഒറ്റപ്പെട്ടു ഗൈസ്. അവൻ നോക്കണവരെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പോത്തുകൾക്ക് അനുസരണയുള്ളതും വരാണ് കേട്ടോ. അനുസരണ പറഞ്ഞാൽ എന്താണ്, ഓട്ടവും ചാട്ടമൊക്കെ അവൻ തന്നെ പിടിച്ചാൽ നിൽക്കൊന്നുമില്ല. പക്ഷെ തവിടിൻ്റെ സമയമാകുമ്പോൾ ഇവർ മേയുമ്പോൾ നമ്മൾ വാടാന്നൊരു വാക്ക് വിളിച്ചാൽ ആദ്യം അവൻ വരും. അവൻ്റെ പുറകിൽ അവരും വരും. കണ്ട എവിടെ അവരവിടെയും പോ. അതിൻ്റെ പുറകിൽ അവർ മെയിൻ കാണിച്ചാൽ കേട്ടോ. പിന്നെ ആ മുളൻ്റെ ഇലയില്ലേ, അതാണ് അവർ തിന്നണത്. മുന്നത്തെ നമ്മളുടെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇവർ മുളൻ്റെ ഇല തിന്നണത്. ഇവർക്ക് മുളൻ്റെ ഇല, ഈ കുനുന്ത ഇലയില്ലേ, മൂക്കാത്ത ഇല, അത് ഇവരിങ്ങനെ കടിച്ച് കുറച്ച് കഴിക്കും കേട്ടോ. ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ അതിൽ കൂടെ പോയി ചിലപ്പോൾ അപ്പുറത്തൂടെ ഇറങ്ങി വരും. പോത്തുകളെ നോക്കണത് വളർത്തലൊക്കെ നമുക്ക് സൂപ്പറാണ്. പക്ഷേ ഇവരിൻ്റെ ഓട്ടും ഇവർ നമുക്ക് പിടിച്ചാലും കിട്ടില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും കാല് കെട്ടി വിടുക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കാല് കെട്ടി വിട്ട് കഴിഞ്ഞാൽ ഇവൻ്റെ മുട്ടുകാലൊക്കെ പൊട്ടും പറഞ്ഞിട്ടാണ് കാല് കെട്ടാത്തത്. മൂക്ക് കയറൊക്കെ ഇടാൻ പറയുന്നുണ്ട്. മൂക്ക് കയറിട്ടില്ലെങ്കിൽ നമുക്ക് ടാസ്ക്കാണ് ഇവരെ പിടിക്കൽ. അതുകൊണ്ട് മൂക്ക് കയർ വൈകാണ്ട് മൂക്ക് കൂട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇവരെ പിടിച്ചവിടെ കിട്ടില്ല. പോത്ത് വളർത്തിയിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ ഈ പറയണതൊക്കെ. കാരണം ഭയങ്കര കുറച്ചും കൂടി ഇവർ വലുതായി കഴിഞ്ഞാൽ ഇവൻ്റെ ഒപ്പം നമുക്ക് ഓടാനോ ഒന്നിനും പറ്റില്ല. പിന്നെ ഇവർ പോകുന്ന വഴിക്ക് പോയിട്ട് ഇവർ വരട്ടെ പറഞ്ഞിട്ടിരിക്കണം. അത്രയും ടാസ്ക്കാണ്. അപ്പോൾ അവർ നന്നായി മേഞ്ഞ് വയറൊക്കെ നിറയ്ക്കട്ടെ. ഇവർ മേച്ച് വയറ് നിറച്ചാലാണ് നമുക്ക് സമാധാനമാവുള്ളൂ. അവർ ആ സൈഡ് മേയേണ്ടതാണ്. നമ്മുടെ ഇപ്പുറത്തെ സൈഡ് തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മേഞ്ഞ് കൊണ്ടുപോയി കെട്ടിയിടൽ തന്നെ. അടുത്ത മഴ വലുത് വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മേഞ്ഞ് വീടത്ത് നമുക്ക് വെള്ളമൊക്കെ കൊടുത്ത് കെട്ടിയിടാം. ഇവർ മേഞ്ഞതാ കളത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിതാ കളത്തിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പോത്തന്മാർ ഇവിടെ മേയുന്നുണ്ട്. മേയട്ടെ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മേയിച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ കൊണ്ട് കെട്ടിയിടുക, വെള്ളം കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.